മഴക്കാലം ആരംഭിച്ചതോടെ തന്നെ പലയിടത്തും വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു വക്കിലാണ്. തുടർച്ചയായി മഴ പെയ്യുന്നില്ലെങ്കിലും ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളുടെ മുറ്റത്ത് വരെ വെള്ളം എത്തിയിട്ടുണ്ട്. ആറുകളിലും തോടുകളിലും മണൽ വാരൽ നിലച്ചതോടെ ചെളി അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെടുന്നതാണ് 2 ദിവസം മഴ പെയ്താൽ വെള്ളപ്പൊക്കമുണ്ടാകാൻ കാരണമെന്ന് പടിഞ്ഞാറൻ നിവാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ പലയിടങ്ങളിലും വെള്ളം കയറും. കോട്ടയം നഗരസഭയിലെയും തിരുവാർപ്പ്, കുമരകം, ഐമനം പഞ്ചായത്തുകളിലെയും വിവിധ പ്രദേശങ്ങളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക. ഓരോ വർഷവും വെള്ളപ്പൊക്കത്തിന്റെ എണ്ണം കൂടി വരികയാണ്. പടിഞ്ഞാറൻ നിവാസികൾക്ക് വെള്ളത്തെ ഭയമില്ലെങ്കിലും ശുചിമുറി പോലും ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ നിർബന്ധിതരായി മാറും. അതെ, വർഷങ്ങളായിട്ട് ഇവിടെ വെള്ളം കയറുന്നതാണ്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ ഇവിടെ വിട്ടു പോകാനായിട്ട് തയ്യാറാകുന്നില്ല. 3-4 പ്രാവശ്യം വീട് കഴുകി എടുക്കും. പിറ്റേ ദിവസം എല്ലാം കഴുകി വൃത്തിയാക്കിയതെല്ലാം വീണ്ടും വെള്ളം കയറും. എല്ലാവരും തന്നെ വീട് ഓരോ വർഷം കഴിയുന്നവരും പൊക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ പൊളിച്ചു പൊളിക്കുന്നുണ്ട്, അല്ല എല്ലാം പൊക്കി വെക്കുക എല്ലാവരും. പെയ്ത്ത് വെള്ളത്തേക്കാൾ കിഴക്കൻ വെള്ളമാണ് പടിഞ്ഞാറൻ നിവാസികൾക്ക് ദുരിതമാകുന്നത്. കിഴക്കൻ വെള്ളത്തിനൊപ്പം ഒഴുകിയെത്തുന്ന മണ്ണും ചെളിയും അടിഞ്ഞ് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ ജലാശയങ്ങളുടെ ആഴം കുറഞ്ഞു. മുമ്പ് മണൽവാരൽ മൂലം ജലാശയങ്ങൾ നികന്നു പോകുന്നത് ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടിരുന്നു. മണൽവാരൽ നിരോധിക്കപ്പെടുകയും ജലാശയങ്ങളിലെ ചെളി കോരി നീക്കാൻ നടപടി ഉണ്ടാകാതെ വരികയും ചെയ്തതോടെ മഴക്കാലത്ത് ആറുകൾ കരകവിഞ്ഞൊഴുകുന്നത് സാധാരണമായി മാറി. ഈ മണലുവാരും എക്കലുവാരും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അത് താഴ്ന്നു കിടക്കുന്ന വെള്ളത്തിന് ഒഴിവുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ല. ഈ മണൽവാരി നിരോധിച്ചതോടുകൂടി തന്നെ ഈ വെള്ളക്കെട്ട് കൂടുതലായി. അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഇപ്പോൾ ഗവൺമെൻറ് ലെവലിൽ അതൊക്കെ നടക്കുകയുള്ളൂ. അതിൻ്റെ യന്ത്രവൽക്കരണ സംവിധാനത്തിലൂടെയൊക്കെ ഇത് നീർച്ചാൽ താത്തു കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അതിനുള്ള സംവിധാനം ഉണ്ടാകണം. ആറുകളുടെയും തോടുകളുടെയും ആഴം കൂട്ടാൻ സർക്കാർ തലത്തിൽ നടപടി വേണമെന്നാണ് പടിഞ്ഞാറൻ നിവാസികളുടെ ആവശ്യം. ജലാശയങ്ങളിൽ നിന്നും കോരിയെടുക്കുന്ന മണ്ണും ചെളിയും റോഡുകളും പാടങ്ങളുടെ പുറംബണ്ടുകളും നിർമ്മിക്കുന്നതിന് പ്രയോജനകരമാകും. വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിന് പകരം വെള്ളപ്പൊക്കം തടയുന്നതിന് വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അമൃത ന്യൂസ്, കോട്ടയം.